കൗമാരപ്രായത്തിലുള്ളവരെ ഏറ്റവും ചേർത്ത് പിടിച്ചുകൊണ്ട് മട്ടാഞ്ചേരി വിദ്യാഭ്യാസ ഉപജില്ലയിൽ ഈ കഴിഞ്ഞ 5 ദിവസങ്ങളിലായി നടന്ന കലാമേള ഇന്ന് സമാപിക്കുകയാണ്. ഈ സമാപന ദിവസം മനോഹരമായ ദൃശ്യങ്ങളാണ് മെട്രോ 7 ന്യൂസിന് ഈ കലാവേദിയിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. 4 ദിവസങ്ങളിലും കുട്ടികളുടെ മികവാർന്ന കഴിവുകൾ പ്രകടിപ്പിക്കുവാനായിട്ടുള്ള വേദിയായിരുന്നു. അവർ ഏറ്റവും വലിയ ആവേശത്തോടു കൂടെ തന്നെയാണ് ഈ കലാവേദിയിൽ ഒന്നിനൊന്ന് ആവേശത്തോടുകൂടെ മാറ്റുരക്കുകയായിരുന്നു. അവരുടെ മനോഹരമായ അവരുടെ ദൃശ്യ ആവിഷ്കാരങ്ങൾ, അവരുടെ രചനാ മത്സരങ്ങളെ എല്ലാം മനോഹരമാകുമ്പോൾ ഇന്ന് സെൻറ്റ് പീറ്റേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഈ വേദിയിൽ ഒപ്പന ടീമാണ് നമ്മളോടൊപ്പമുള്ളത്. കേരളത്തിലെ വിശേഷിച്ച് മുസ്ലിം സമൂഹത്തിലെ ജനകീയ ആഘോഷങ്ങളാണ്, നൃത്ത കലാരൂപമാണ് ഒപ്പന എന്ന് പറയുന്നത്. വിവാഹ വേദികളിൽ വളരെ മനോഹരമായിട്ട് ഒപ്പന അവതരിപ്പിച്ചുകൊണ്ട് അത് കേരളത്തിലെ മുസ്ലിം സമുദായങ്ങൾ ആഘോഷമാക്കുമ്പോൾ അത് ഇന്ന് മട്ടാഞ്ചേരി സബ് ജില്ലാ തലത്തിലും ഒരു മത്സര ഇനമായിട്ട് ഉണ്ട്. ഇതിൽ 1ാം സമ്മാനം ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നേടിയിരിക്കുകയാണ് കുമ്പളങ്ങി സെൻറ്റ് പീറ്റേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ. നല്ല സുന്ദരികളായിട്ട് മൊഞ്ചുള്ള സുന്ദരികളായി അവർ എല്ലാവരും അണിഞ്ഞൊരുങ്ങി ഇവിടെ എത്തിയിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ മത്സരം? അടിപൊളിയായിരുന്നു. കഷ്ടപ്പെട്ടത് വെറുതെ ആയില്ല. ഇതിനു മുമ്പ് നിങ്ങൾ ഈ ഒപ്പന അവതരിപ്പിച്ചിട്ടുണ്ടോ? സ്കൂളിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ആരാ നിങ്ങൾക്ക് ഇതിനെല്ലാം പ്രാക്ടീസ് എല്ലാം ചെയ്തു തന്നത്? ഞങ്ങൾ തന്നെ പ്രാക്ടീസ് ചെയ്തു. നിങ്ങൾ തന്നെ പഠിച്ചത്? അപ്പോ അടിപൊളി. ആരുമില്ല നിങ്ങളെ പഠിപ്പിക്കാൻ? എന്ത് പറയുന്നു മിസ്സേ, ഇവരെ പഠിപ്പിക്കാനായിട്ട് തയ്യാറായപ്പോഴുള്ള ഒരു അനുഭവത്തായിരുന്നു? ഭയങ്കര സന്തോഷം. നമ്മൾ ഈ വർഷമാണ് ആദ്യമായിട്ട് ഇത്രയും ഗ്രൂപ്പായിട്ട് ഇറക്കിയത്. 6 ഗ്രൂപ്പ് ഐറ്റങ്ങൾ ഞങ്ങൾ ഇറക്കി. അതിൽ 3 നൃത്ത ഇനങ്ങളുണ്ടായിരുന്നു. ഗ്രൂപ്പ് ഡാൻസ്, ഒപ്പന, മാർഗംകളി, 3നും ഫസ്റ്റ് കിട്ടി. അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. സ്വന്തമായിട്ട് പഠിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു കഴിവ് തന്നെയാണ്. സാധാരണ രീതിയിൽ ഒരുപാട് പൈസ മുടക്കി അതൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഇവരങ്ങനെയല്ല. ഇവർക്ക് സ്വന്തമായിട്ട് പഠിച്ചെടുക്കാനായിട്ടുള്ള കഴിവുള്ള കുട്ടികളാണ്. അപ്പോൾ അതുകൊണ്ട് അവരുടെ കഴിവ് അവരെ സ്റ്റേജിൽ അവതരിപ്പിച്ച് അതിൻ്റെ മികവ് തെളിയിച്ചെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാ കുട്ടികൾക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ. ആശകൾ പൊതിഞ്ഞു ജീവി പൊലിമയേറ്റി വന്നതും ഷാമിലരാഹി ഭയന്ന് കണ്ട് പിന്നീട് ശകില ദൂതരന്ന് മക്കളൊക്കെ വാണിടെ അക്കൊടിയ മാരനേ മുഖം കണ്ടിടെ കുറേശകൾ ദിക്കുനീലെ നാട്ടിലാകെ ശരഫതും തിളങ്ങിടെ ശരഫിലായി ബിബിയതി ബഹതി തത്വാഹി ഷാദിയായി ഒന്നുള്ളി തിലങ്കം നിറച്ചിടാം പുല്ലുമേ നിറച്ചിടാം മുഖം കണ്ടിടെ കുറേശകൾ ദിക്കുനീലെ നാട്ടിലാകെ ശരഫതും തിളങ്ങിടെ ശരഫിലായി ബിബിയതി ബഹതി തത്വാഹി ഷാദിയായി ഒന്നുള്ളി തിലകം നിറച്ചിടാം പുല്ലുമേ നിറച്ചിടാം. അപ്പോൾ ഈ സുന്ദരി കുട്ടികൾ ഇനിയും വലിയ സമ്മാനങ്ങൾ ജില്ലാതലത്തിലൊക്കെ വാങ്ങിച്ച് ഈ മട്ടാഞ്ചേരി ഉപജില്ലയുടെ അഭിമാന താരങ്ങളായിട്ട്, സെൻറ്റ് പീറ്റേഴ്സിൻ്റെ അഭിമാന താരങ്ങളായിട്ട് നിങ്ങൾ ഓരോരുത്തരും മാറട്ടെ എന്ന് മെട്രോ 7 ന്യൂസിന് വേണ്ടിയിട്ട് ആശംസകൾ അറിയിക്കുകയാണ്.
തട്ടുപൊളിച്ചു തന്നെയാണ് ഇന്ന് പള്ളുരുത്തി സെയിൻറ് ഡൊമിനിക് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ ചവിട്ട് നാടകത്തിൽ മട്ടാഞ്ചേരി വിദ്യാഭ്യാസ ഉപജില്ലയിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കി വന്നിട്ടുള്ളത്. നിങ്ങൾ ഹാപ്പി അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ മത്സരങ്ങൾ? എങ്ങനെയുണ്ടായിരുന്നു? പൊളിയായിരുന്നു. എങ്ങനെയാ നിങ്ങൾ എത്ര നാളായി ഇത് പ്രാക്ടീസ് എല്ലാം തുടങ്ങിയിട്ട്? ഒരു 6 മാസം കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ആയിരുന്നു. അപ്പൊ ഇതിനു മുമ്പ് നിങ്ങൾ തട്ടിൽ കയറിയിട്ടുണ്ടോ ചവിട്ട് നാടകത്തിൽ? ഇല്ല, ആദ്യമായിട്ട് കയറുകയാണ്. എന്താ പറയുന്നത്, നിങ്ങൾ ആ ഒരു മത്സരത്തിന് വന്നപ്പോഴുള്ള നിങ്ങളുടെ ഒരു ഇതെല്ലാം എങ്ങനെയായിരുന്നു? അടിപൊളിയായിരുന്നു. ആരാണ് നിങ്ങൾ ഇതിനായിട്ടൊക്കെ ഒരുക്കിയത്? ജൂലൻ മിസ്, ജോമോൾ മിസ്, സിസ്റ്റർ ഡാനി, എല്ലാവരും കൂടെയാണ് ഒരുക്കിയത്? അല്ല, പ്രിൻസിപ്പൽ എല്ലാവരുടെ സപ്പോർട്ടൊക്കെ. അതെ. അപ്പോ എല്ലാവരുടെയും സപ്പോർട്ടോട് കൂടെ, മാതാപിതാക്കളുടെ സപ്പോർട്ട് എല്ലാം കൂടെ. സിസ്റ്റർ ഡാനിക്കാണ് ഫസ്റ്റ് താങ്ക്സ്, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് തന്നതിന്. പാരന്റ്സിന്റെ എല്ലാം സപ്പോർട്ട് എല്ലാവരുടെയും, ഞങ്ങളെ പറയുന്ന സമയത്ത് കറക്റ്റായിട്ട് ഒരുക്കി വിടണതും എല്ലാം ഇവരുടെ എഫേർട്ടാണ് ഫുൾ. ജോമോൾ മിസ് എന്ത് പറയുന്നു ഈ കുട്ടികളെ ഒരുക്കിയപ്പോഴും? മക്കൾ രണ്ടുപേരും ഉണ്ടോ? ഞാൻ ഇരട്ടി സന്തോഷത്തിലാണ്. കാരണം എൻ്റെ 2 കുട്ടികളും ആദ്യമായിട്ട് ചവിട്ടുകാലത്തിൽ ഇറങ്ങണേണ്. അപ്പോൾ സ്കൂളിന് വേണ്ടി എല്ലാ പ്രോഗ്രാം ഇറക്കുമ്പോഴും മക്കൾ വേദിയിൽ കയറിയപ്പോൾ ഏറ്റവും സന്തോഷത്തിലാണ് ഞാൻ. അതും കണ്ണ് നിറഞ്ഞുകൊണ്ടാണ് ഞാൻ നിന്ന് കണ്ടത് തന്നെ. അത്രക്ക് സൂപ്പറായിരുന്നു ഇവരുടെ. ഏറ്റവും ഒബീഡിയൻ്റ് ആയിട്ടുള്ള പിള്ളേർ തന്നെയായിരുന്നു. അവർ അത്രയും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫലമാണ് ഇപ്പോൾ ഇവിടെ കണ്ടത്. അപ്പോൾ നിങ്ങൾ ഇനി ജില്ലാ തലത്തിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾ അവിടെ നിന്ന് സമ്മാനം നേടി തന്നെ പോരുമോ? തീർച്ചയായിട്ടും നേടും. അപ്പോൾ നിങ്ങൾ ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും തിളങ്ങുന്ന താരങ്ങളായിട്ട് മാറട്ടെ. മട്ടാഞ്ചേരി TD ഹൈസ്കൂളിലെ ജ്ഞാനദേവ് ഇന്ന് മെട്രോ 7 ന്യൂസിനൊപ്പം ചേരുകയാണ്. ജ്ഞാനദേവിന് 2 സമ്മാനങ്ങളാണ് ലഭിച്ചിരിക്കുന്നത്. 1ാം സമ്മാനം നേടിയിരിക്കുന്നത് അഷ്ടപദിക്കും ശാസ്ത്രീയ സംഗീതത്തിനുമാണ്. ജ്ഞാനദേവ്, കൺഗ്രാറ്റുലേഷൻ. എങ്ങനെയുണ്ടായിരുന്നു മത്സരങ്ങളൊക്കെ? നന്നായിട്ടുണ്ടായിരുന്നു. ഏതാണ് ആലപിച്ചത്? കാമവർദ്ധിനി എന്ന രാഗത്തിലെ ശിവാനന്ദ കാമവർദ്ധിനി.
ആരാ ഇതൊക്കെ പഠിപ്പിച്ചത്? ബിന്ദു മിസ്. ബിന്ദു മിസ്. അധികം നാളായോ പഠിക്കാൻ തുടങ്ങി? ഒരു 3 വർഷം. 3 വർഷമായി. ശിവാനന്ദ കാമവർധിനി ശിവേ പാഹി ശിവാനന്ദ കാമവർധിനി ശിവേ പാഹി ശിവാനന്ദ കാമവർധിനി. അപ്പോൾ എല്ലാ വിധത്തിലുള്ള അഭിനന്ദനങ്ങളും നേരുകയാണ്. ഇനി മേലെ മേലെ ഉയരങ്ങളിലേക്ക് എത്തണം.